അപ്പോൾ ഈ പടത്തിലെ അവസാന സെഗ്മെന്റിനെ കുറിച്ചൊരു വീഡിയോ ഈ ചാനലിന്റെ തുടക്കകാലത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ സെഗ്മെന്റിനെ കുറിച്ചും മനസ്സിൽ വന്ന തോന്നലുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് വേൾഡ് ഓഫ് ഷേക്കർ. സംഗതി റൊമാൻസ് ബേസ്ഡ് ആണ്. പക്ഷേ സത്യം പറഞ്ഞ ആ സെഗ്മെന്റ് എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. കാര്യം ഈ ഒരു സെഗ്മെന്റിലെ ദുൽഖർ സൽമാന്റെ അപ്പിയറൻസ് ആയിരുന്നു ട്രെയിലറിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരുന്നതെങ്കിലും പടത്തിലേക്ക് വന്നപ്പോൾ ഇതൊരു ബോറിംഗ് ഇവന്റ് ആയിരുന്നു. ഇതിന് നമുക്ക് 10-ൽ ഒരു 3 മാർക്ക് കൊടുക്കാം. ഇനി അടുത്തത് വേൾഡ് ഓഫ് ത്രിലോക്. ഇതും തുടങ്ങുന്നത് രണ്ടുപേരുടെ ഫോൺ സംഭാഷണത്തിലൂടെയാണ്. അപ്പോൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നായികയോട് ഫോണിൽ സംസാരിക്കുന്ന നായകൻ ഒന്നുകിൽ കാമുകനോ ഭർത്താവോ ആവാം. അപ്പോൾ അയ്യോ ഇതും റൊമാൻസ് തന്നെയാണോ എന്ന് കരുതിയിരുന്നിടത്താണ് കാര്യങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് കാണുന്നത്. ആൻഡ് സംഗതി കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് അതിലെ ട്വിസ്റ്റ് പുറത്തേക്ക് വരുന്നതും ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് മനസ്സിലാവുന്നതും. സോ ആദ്യ സെഗ്മെന്റ് കണ്ട് ഡിസപ്പോയിന്റ് അടിച്ചിരുന്ന ഞാൻ ഈ സെഗ്മെന്റ് കണ്ടപ്പോൾ ഒന്ന് ഉഷാറായി. ഇതിന് നമുക്ക് 10-ൽ ഒരു 6 മാർക്ക് കൊടുക്കാം. ഇനി വരുന്നതാണ് വേൾഡ് ഓഫ് ശിവ. ഒരു ഒത്തന്റിക് ഗ്യാങ്സ്റ്റർ സംഭവം. കണ്ടാൽ ഒരു റെഗുലർ മലയാള സിനിമയാണെന്ന് പറയാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ്. കിഡിലനായിരുന്നു അത്. ആ ഒരു കളർ ടോണും ദുൽഖറിന്റെ അധികം സംസാരിക്കാത്ത ആ ഒരു പെർഫോമൻസും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇതിന് നമുക്ക് 10-ൽ ഒരു 9 മാർക്ക് കൊടുക്കാം. ആൻഡ് ഓരോ സെഗ്മെന്റ് കഴിയും തോറും കാര്യങ്ങൾ മെച്ചപ്പെട്ട് വരികയാണല്ലോ എന്നുള്ള സന്തോഷം വേറെയും. ഇനി അവസാനത്തതാണ് വേൾഡ് ഓഫ് രുദ്ര. വീണ്ടും ഒരു പ്രണയകഥ. ഒരു സ്റ്റബേൺ ആയിട്ടുള്ള പെൺകുട്ടിയും ആരെയും ഇടിച്ചു തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ചെക്കനും. അങ്ങനെ ഈ സംഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാ വരുന്നു ആ കാലഘട്ടത്തിലെ മലയാളം സിനിമകളിൽ കണ്ടുമടുത്തിരുന്ന ഒരു ഐറ്റം, തേപ്പ്. യെസ്, 2016-17 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ അതൊരു കോമൺ പരിപാടിയായിരുന്നു. തുടങ്ങി വെച്ചത് മഹേഷിന്റെ പ്രതികാരമാണ്. അതിലെ നൈസായി തേച്ചല്ലേ എന്ന വാക്ക് വളരെ പോപ്പുലർ ആവുകയും ശേഷം വന്ന റോൾ മോഡൽസ് എന്നൊരു ചിത്രത്തിൽ തേച്ചില്ലേ പെണ്ണ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് തന്നെ ഉണ്ടാവുകയും എന്തിന് ഒരു ക്രോസ് ബോർഡർ പശ്ചാത്തലത്തിലൊക്കെ വന്ന ദുൽഖറിന്റെ CIA പോലൊരു സിനിമയിൽ പോലും ഉണ്ട് തേപ്പ്. അപ്പോൾ ഈ ഒരു സംഗതി കണ്ട് മടുത്തിരിക്കുന്നത് കൊണ്ട് അവസാന സെഗ്മെന്റ് കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കരുതി എന്തായാലും പടം തീരാനായി, ഇനി ബാക്കിയുള്ള സമയം എന്തിനായിരിക്കും ഇയാൾ തേച്ചത് എന്ന് ഗസ് ചെയ്തിരിക്കാമെന്ന് കരുതി. അങ്ങനെ എന്റെ സർവ്വബുദ്ധിയും എടുത്ത് ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. പക്ഷെ ഒടുക്കം ഇതിന്റെ യഥാർത്ഥ കാരണം കേട്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. യെസ്, അതുവരെ എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ലാതിരുന്ന ഈ ഒരു സെഗ്മെന്റ് എനിക്ക് ഒരു തരത്തിലും ചിന്തിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ട്വിസ്റ്റ് നൽകിയതുകൊണ്ട് എന്റെ ഫേവറേറ്റിൽ കയറി. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ 10-ൽ 10 കൊടുക്കും. ബൈ ദ വേ, ഈ സിനിമ കണ്ടു കഴിഞ്ഞ് പിന്നീട് ഫേസ്ബുക്ക് കയറിയപ്പോൾ അക്കാലത്ത് ട്രെൻഡിംഗ് ആയിരുന്ന ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിൽ ഈ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് പോലെ ഒരു പരിപാടി ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സോ അത് കണ്ടിട്ടുള്ള പ്രേക്ഷകന് ഇതൊന്നും വലിയ സംഭവമല്ല എന്നുള്ള ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. പക്ഷെ അങ്ങനെയുള്ള സീരീസ് കാണാത്ത ഒരാളെന്ന നിലക്ക് എന്റെ ആസ്വാദനത്തെ അതൊരു തരത്തിലും ബാധിച്ചിരുന്നില്ല. സോ ടു കൺക്ലൂഡ്, ഒരു സിനിമയുടെ തുടക്കം എത്ര ഭംഗിയാക്കിയിട്ടും കാര്യമില്ല. അവസാനം നമ്മൾ എന്താണോ സ്ക്രീനിൽ കണ്ടത് അതാണ് ഒരു സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായത്തെ തീരുമാനിക്കുന്നത് എന്നൊരു തിയറിയിൽ വിശ്വസിക്കുന്ന എനിക്ക് ഏറ്റവും ലോ പവർ കണ്ടന്റ് ആദ്യം കൊടുത്തു, അതിലും ഡോസ് കൂടിയത് രണ്ടാമത് കൊടുത്തു, അതിനേക്കാൾ വലുത് മൂന്നാമത് കൊടുത്തു. ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് സൃഷ്ടിച്ചെടുത്ത ഈ ഒരു ആന്തോളജി ഫിലിം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് മൂവി വാസ് എ ഫ്ലോപ്പ്. ആൻഡ് ഈ പടത്തിന് നിങ്ങൾ ഒരു ചാൻസ് കൊടുത്തില്ല, അതിനു മുൻപ് വലിച്ചു കീറിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.